നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2025 അവസാന സൂര്യഗ്രഹണമാണ് സംഭവിക്കുന്നത്. ഇത് ഇന്ത്യയിൽ ദൃശ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രി 11 മണിക്ക് ആരംഭിച്ച് നാളെ, അതായത് സെപ്റ്റംബർ 22 പുലർച്ചെ 3:34 വരെ ആയിരിക്കും ഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ സൂര്യഗ്രഹണമാകട്ടെ ചന്ദ്രഗ്രഹണമാകട്ടെ ഇതിൻ്റെ ഫലമെന്നോണം ഓരോ രാശിക്കാർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ഗുണത്തിൻ്റെ ആധിക്യം കൂടുതലായി വരുന്നവരുണ്ടാകും, ദോഷങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരുണ്ടാകും, ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുന്നവരും ഉണ്ടാകും. ഇവിടെ കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യമാണ് സൂര്യഗ്രഹണം നിമിത്തം വന്നു ചേരാൻ പോകുന്നത്. ഭഗവാൻ സൂര്യനെ പോലെ തന്നെ ജീവിതത്തിൽ ജ്വലിച്ചുയരുവാനുള്ള ഭാഗ്യമാണ് ഇവരെ കാത്തിരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ, ദാമ്പത്യ കാര്യങ്ങളിൽ, അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള ഒരു വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും. ഓരോ ഗ്രഹണ സമയങ്ങളിലും മനുഷ്യർ ഭയക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ദോഷമാണോ വന്നു ചേരുക എന്ന്. എന്നാൽ ഇവിടെ കുറച്ച് നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദോഷമല്ല, നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാരണവും കാണുന്നില്ല. വളരെ വലിയ ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. ഭഗവാൻ സൂര്യൻ എത്രത്തോളം ജ്വലിച്ചാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ തേജസ് എത്രത്തോളം വലുതാണ് എന്നത് നമുക്കറിയാം. അതേപോലെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയാണ് ഇവിടെ സൂര്യഗ്രഹണം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നക്ഷത്രക്കാരിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് തൊഴിൽ പുരോഗതി ആണ് ഇവിടെ കാണുന്നത്. തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഉത്തമ ജോലി ലബ്ധി ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് പരിഹാരം, മോചനം ഉണ്ടാകുന്നതാണ്. വളരെയധികം സമ്പത്ത് വന്നു ചേരും. സാമ്പത്തികമായി വളരെ വലിയ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. കർമ്മമേഖലയിൽ വളരെ ഒരു കുതിപ്പാണ് വന്നു ചേരുന്നത്. കർമ്മമേഖല ആകെ ത്വരിതപ്പെട്ട് തകർന്നു കിടക്കുന്ന നിങ്ങൾക്ക് കർമ്മം കൊണ്ട് ഇനി ഉയർച്ചയുണ്ടാകുന്നതാണ്. നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെയും ശമനമുണ്ടാകുന്നതാണ്. എല്ലാത്തിനും പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ്. ചില പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ പരിഹാരം കണ്ടെത്താൻ ആരോടൊക്കെ നിർദ്ദേശങ്ങൾ ആരാഞ്ഞാലും അതിലൊന്നും ഒതുങ്ങാത്ത അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരാറുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആ ഒരു സമയം മാറി. ഇനി ഏത് കാര്യത്തിനും പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്തി വിജയത്തിലെത്തിക്കാൻ സാധ്യമാകുന്ന, ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകുന്ന, തിളങ്ങാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടി തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗുണകരമായ കൂടുതൽ അനുഭവങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് കുറച്ച് ദാനങ്ങൾ, അതായത് ഭക്ഷണം ദാനം ചെയ്യാം, വസ്ത്രം ദാനം ചെയ്യാം. അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ സാധ്യമാകും. ഗോതമ്പ്, ചന്ദനം, അതേപോലെ പരിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദാനം ചെയ്യുകയാണെങ്കിൽ ശോഭ വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ സൂര്യ തേജസ്സോടുകൂടി നിങ്ങൾക്ക് ഉദിച്ചുയരുവാനുള്ള ഭാഗ്യം വന്നു ചേരും. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്കും യാത്രകൾ കൊണ്ട് ധാരാളം ഫലമുണ്ടാകുന്ന സമയമാണ് തുടങ്ങുന്നത്. അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക, ആശയവിനിമയം നടത്താൻ കഴിയുക, നല്ല രീതിയിലുള്ള സംസാരം കാഴ്ചവെക്കാൻ കഴിയുക, ഇതൊക്കെ ജീവിതത്തിന് വളരെയധികം പകിട്ട് കൂട്ടുന്നതാണ്. അതേപോലെ ഇൻ്റർവ്യൂ ബോർഡിൽ ചെന്നിരിക്കുമ്പോൾ ആകെ വിയർക്കുന്ന അവസ്ഥ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, അതുവഴി ഒരുപാട് ജോലികൾ നഷ്ടപ്പെട്ട അവസ്ഥ, അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇവിടെ മിഥുനം രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ്. ഉയർച്ചയുടെ വളരെ വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന സമയമാണ്. ജീവിതത്തിന് ഒരർത്ഥ തലത്തിലേക്ക് നിങ്ങൾ ഉയരുകയാണ്. നിങ്ങളുടെ പല ആഗ്രഹങ്ങളും മനസ്സിൽ വെറുതെ ആഗ്രഹമായി തന്നെ അവശേഷിച്ച് കിടക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടായി. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഈ സൂര്യഗ്രഹണത്തിന് ശേഷമുള്ള സമയങ്ങളിൽ സാധ്യമാകുന്നതാണ്. നിങ്ങൾ പശുവിന് ഭക്ഷണം കൊടുക്കുക, അതായത് പശുവിന് പുല്ല്, വൈക്കോല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്ത് പശുവിനെ ഊട്ടുന്നത് വളരെയധികം ഉത്തമമാണ്. അതേപോലെ തന്നെ മനുഷ്യർക്ക് പഴവർഗ്ഗങ്ങൾ ദാനം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. പ്രായമായ ആളുകൾക്കും അതേപോലെ കുട്ടികൾക്കുമൊക്കെ പഴങ്ങൾ വാങ്ങി, ഫ്രൂട്ട്സ് വാങ്ങി കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് വീണ്ടും ഒരു മഹിമയും മാറ്റും ഭാഗ്യത്തിളക്കവും ഉണ്ടാകുന്നതിന് സഹായിക്കും.
മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്കും ഇവിടെ ഗ്രഹണം മുതൽ വളരെയധികം ഗുണമാണ് ഉണ്ടാകുന്നത്. ജീവിതം വളരെയധികം കീർത്തി ഉണ്ടാകുന്നതിലേക്ക് നയിക്കപ്പെടുന്നതാണ്. ജോലിയിലും കർമ്മമേഖലയിലും വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് വലയം ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും, അല്ലെങ്കിൽ അനുഭവത്തിൽ വരുന്നതാണ്. കൂടാതെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹകരണമൊക്കെ ഉണ്ടാകുന്നതാണ്. ഗുണകരമായ ഒരു മാറ്റം കർമ്മ മേഖലയിൽ ഉണ്ടാകുന്നതാണ്. ഉത്തമ തൊഴിൽ ലബ്ധി ഉണ്ടാകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ എന്തൊക്കെയുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ്. കഷ്ടകാലം അവസാനിക്കുകയും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തുടങ്ങുകയാണ്. സാമ്പത്തിക സ്ഥിതിയിൽ മികച്ചതായിട്ടുള്ള ഒരു മാറ്റം കൂടി നിങ്ങൾക്ക് ദൃശ്യമാകും. കൂടാതെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥരെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കാൻ, നിങ്ങളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് അവരിൽ നിന്ന് സ്നേഹവും സന്തോഷവും ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അന്നദാനം നടത്തുന്നത് വളരെയധികം ശോഭനമായ ഭാവി നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. കർമ്മമേഖലയിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്ന ഒരു സമയം കൂടിയാണ്. എങ്കിലും അന്നദാനങ്ങളൊക്കെ നടത്തുന്നത് അന്നദാനം മഹാദാനമാണ്. ജീവിതത്തിൽ വളരെയധികം പുണ്യം ലഭിക്കുന്നതിന് കാരണമാകുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം അന്നദാനമൊക്കെ നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വീണ്ടും പകിട്ട് കൂടുന്നതിന് കാരണമാകും. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും പാതി വഴിയിൽ ഉപേക്ഷിച്ച പല കാര്യങ്ങളും വീണ്ടും പുനരാരംഭിക്കുവാൻ സാധിക്കും. ജോലി, വിവാഹം, ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങണം എന്ന കാര്യം, ഇതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. ജീവിതം ഇനി പോസിറ്റീവായ ഒരു തലത്തിലേക്ക് മാറുകയാണ്. ഒരുപാട് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നും വേണ്ട. ജീവിതം വഴിമുട്ടി ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള പല രീതിയിലുള്ള ആവലാതികളും വേവലാതികളും വ്യസനങ്ങളും പ്രയാസങ്ങളുമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ കാണുന്നില്ല. സാമ്പത്തികമായി വളരെയധികം മാറ്റമുണ്ടാകുന്നതാണ്. ചില സഹായ ഹസ്തങ്ങൾ നിങ്ങളുടെ നേർക്ക് വന്നെത്തുന്നതാണ്. പാതി വഴിയിലെല്ലാം അടഞ്ഞുപോയി, ഇനി സമ്പത്തിൻ്റെ വാതിൽ തുറക്കുകയില്ല, സാമ്പത്തികമായി മാറ്റം ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വളരെ വലിയ ഒരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ പഴവർഗ്ഗങ്ങൾ, അതേപോലെ പച്ചക്കറികൾ, ഇതൊക്കെ ദാനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. നിർധനരായ ആളുകൾക്ക്, അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കുന്നതും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും വളരെയധികം നല്ല ഒരു ജീവിത മാർഗ്ഗം, അതായത് ജീവിത ലക്ഷ്യമൊക്കെ പൂർത്തീകരിക്കുന്നതിന് നിങ്ങൾക്ക് വളരെയേറെ സഹായകമാകുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്കും ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാകാൻ പോകുന്ന സമയമാണ്. മെച്ചപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ജീവിതം ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരുന്ന സമയം, ഗുണകരമായ ഒരു മാറ്റമൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം മികവ് പുലർത്താൻ സാധിക്കുന്ന സമയങ്ങളാണ്. അത്ഭുതപ്പെടുത്തുന്ന മാറ്റമായിരിക്കും ഇനി വിദ്യാർത്ഥികളിൽ തന്നെ ദൃശ്യമാകുന്നത്. ആകെ പിന്നോട്ട് നിന്ന കുട്ടികളാണെങ്കിൽ പോലും ഇനി വളരെയധികം മികവ് പുലർത്തുന്നത് നിങ്ങൾക്ക് രക്ഷിതാക്കൾക്കും ദർശിക്കാൻ സാധിക്കുന്നതാണ്. പഠനകാര്യങ്ങളിൽ പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം കരസ്ഥമാക്കി നാടിനും നാട്ടുകാർക്കും നിങ്ങൾക്ക് സ്വയം തന്നെ അഭിമാനിക്കാനുള്ള അവസരം നിങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. ധാരാളം ഗുണാനുഭവങ്ങൾ, കാരണം ഇവിടെ സൂര്യ തേജസ്സോടുകൂടി ഉയരുവാനുള്ള ഭാഗ്യമാണ്. ഭഗവാൻ സൂര്യൻ്റെ തേജസ്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും കാണുന്നില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്കൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അനുകൂലമായ പല ഘട്ടങ്ങളും, അതായത് പല പല ഘട്ടങ്ങളിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ്. സാമ്പത്തികമായി മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് ഒരു ആത്മീയ തലത്തിൽ മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. ആത്മീയമായി ഉയരുമ്പോൾ തന്നെ നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ കുടുംബവും ഒക്കെ മറ്റൊരു ലെവലിലേക്ക് എത്തുകയാണ്. നിങ്ങളെ ബാധിച്ചിരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പാടെ ഒഴിഞ്ഞുപോയി നിങ്ങൾ ആത്മീയമായ ഒരു ഉയർച്ചയിലേക്ക് എത്തും. പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞൾ, ശർക്കര, അതേപോലെ വസ്ത്രങ്ങൾ, അത് ചുവന്ന വസ്ത്രങ്ങൾ, കമ്പിളി പുതപ്പ്, ഇതൊക്കെ ദാനം ചെയ്യുകയാണെങ്കിലും ഏറ്റവും അധികം ഉത്തമമായിരിക്കും. അന്നദാനം മഹാദാനം എന്നാണ്. അതേപോലെ വസ്ത്രം ദാനം ചെയ്യുകയാണെങ്കിലും വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മറ്റുള്ള തലമുറയ്ക്ക് കൂടി അതിൻ്റെ ഗുണാനുഭവവും പുണ്യവും എത്തിച്ചേരുന്നതാണ്. ഇവിടെ അപ്പോൾ സൂര്യഗ്രഹണം ഈ നടക്കുന്നതിൻ്റെ ഫലമായി ഒരു മാറ്റം വന്നു ചേരുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ. മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത്. എങ്കിലും ഭയപ്പെടേണ്ട യാതൊരു കാര്യവും കാണുന്നില്ല.
മാറുന്നില്ല. പ്രാർത്ഥനയിലൂടെ മാറാത്തതായ ഒരു ദോഷമോ ഒരു ദുരിതമോ ഒരു രോഗമോ ഒരു പ്രയാസങ്ങളോ ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നതാണ് ഏവരും മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഏത് ദേവനെയാണോ ഏത് ദേവിയെയാണോ മനമറിഞ്ഞ് ആരാധിക്കുന്നത് ആ ദേവനെ ദേവിയെ മുറുകെ പിടിക്കുക. പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ തള്ളിക്കളയുകയല്ല വേണ്ടത്. വീണ്ടും വീണ്ടും ഭഗവാനോട് ചേർന്ന് നിൽക്കാനായി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടോ അതിലേറെ ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ഭഗവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു തരും. ഇതൊക്കെ അനുഭവങ്ങളാണ്, അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾ ശ്രമിക്കുക, ഇതിനെ തള്ളിക്കളയുകയല്ല വേണ്ടത്. പോസിറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ഓർക്കുമ്പോൾ അത് വെറും ഒരു ഓർമ്മയായി മാറുന്ന രീതിയിലേക്കുള്ള മാറ്റമാണ് ഭഗവാൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ആ മണ്ണിൽ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് ഊർജ്ജത്തെ നിങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കുക. അത് ഗൃഹത്തിൽ കൊണ്ടുവന്ന് ആ ഗൃഹത്തിലേക്ക് നൽകുക. അതുവഴി തന്നെ ഒരു മാറ്റം തുടർന്നുണ്ടാകുന്നതാണ്. ഏത് പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നതിന് മുന്നും സ്ഥലദൈവത്തെ പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന ഭസ്മം, ചന്ദനം, സിന്ദൂരം ഇതിൽ ഏതായാലും നെറ്റിയിൽ അണിയുക. അണിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾക്ക് പോകുക. ആ പോകുന്ന വേളയിലുള്ള പ്രശ്നങ്ങളും ആ പോകുന്ന കാര്യം പൂർത്തീകരിക്കുന്നതിനുള്ള തടസ്സങ്ങളും ഒക്കെ തന്നെ ഭഗവാൻ മാറ്റി നിങ്ങളുടെ ജീവിതം എന്നും സന്തോഷത്തോടു കൂടിയും എന്നും ഐശ്വര്യത്തോടു കൂടിയും ഭാഗ്യത്തോടു കൂടിയും ഇരിക്കുന്നതിന് സഹായിക്കുന്നതാണ്.